നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. റോഡിന്റെ വശത്തുണ്ടായിരുന്ന 3 മരങ്ങളാണ് വീണത്. മരച്ചില്ലകൾ താഴെ വീണ് കണ്ടക്ടർ സുനിൽദാസിന് പരിക്കുമുണ്ട്. ബസ്സിലെ 10ഓളം യാത്രക്കാർക്കും നേരിയ പരിക്കുകളുണ്ട്. ഗോപാൽ ഷീല സനൽ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിംഗ് ഗോപാൽ ഷീല സനൽ. ബസിന്റെ മുകളിലേക്ക് മരം വീണ് ബസിന്റെ മുകൾ ഭാഗം തകർന്നു. എങ്ങനെയാണ് ഇവർക്കൊക്കെ പരിക്കേറ്റത്? സുജയ പാർവതി, നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ആ കാട്ടാക്കടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ബസ്സിന് മുകളിലേക്ക് 2 മരങ്ങളാണ് വീണിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി കാട്ടാക്കടയിൽ നിന്നും ചോനാമ്പാറയിലേക്ക് പോയ ഓർഡിനറി ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. നക്രാംജിറ പെട്രോൾ പമ്പിന് സമീപത്തായി നിന്നിരുന്ന 3 മരങ്ങൾ, ആ 3 മരങ്ങളിൽ 2 എണ്ണം ഈ ബസ്സിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ബസ്സിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബസ്സിന്റെ മുൻവശത്തായി ഉണ്ടായിരുന്ന കണ്ടക്ടർ സുനിൽദാസിന് ഈ മരച്ചില്ലകൾ തട്ടി സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ തന്നെ ചില യാത്രക്കാരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 10ഓളം പേർക്ക് നിസ്സാര പരിക്കുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ കാട്ടാക്കടയിലും നെയ്യാറ്റിൻകരയിലും അടക്കം വിവിധ ഇടങ്ങളിൽ ഇന്ന് വൈകുന്നേരത്ത് ശക്തമായ മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ഒരു വലിയ ദുരന്തമാണ് ഒഴിഞ്ഞുമാറി പോയത് എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആർക്കും സാരമായ പരിക്ക്, അതായത് ഗുരുതരമായ ഒരു പരിക്കൊന്നുമില്ല എന്നത് ഒരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഗോപാൽ ഷീല സനലാണ് വിവരങ്ങൾ നൽകിയത്. ബസ്സിന് മുകളിലേക്ക് മരം വന്ന് വീണ ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യമാണ്. പക്ഷേ യാത്രക്കാർക്ക് നിസ്സാര പരിക്ക് മാത്രമേ ഉള്ളൂ എന്നത് ആശ്വാസകരമായ കാര്യമാണ്. കാട്ടാക്കടയിലാണ് ഈ സംഭവം. ബസ്സിന് മുകളിലേക്ക് ബസ് ഇങ്ങനെ റോഡിലൂടെ ആ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ മരങ്ങൾ ബസ്സിന്റെ മുകളിലേക്ക് വീണത്. അപ്പോൾ യാത്രക്കിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും അപകടാവസ്ഥയിലുള്ള മരച്ചിലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചു മാറ്റാൻ അധികൃതരൊക്കെ ശ്രദ്ധിക്കുമല്ലോ, അല്ലേ? കാരണം ഓടിപ്പോകുന്ന ഒരു വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വരുന്നയാൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അതിനൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ വേണം. അതിന് മഴയില്ലാത്ത സമയങ്ങളിൽ ശിഖരങ്ങൾ കോതാനൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്.